Hello, welcome to It's Me Roja again. ഇതൊരു ഗുഡ് മോർണിംഗ് ആണ്. സോ അതുകൊണ്ട് ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഇത് എപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ ഇതിനകത്ത് സ്റ്റിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വീഡിയോസ് എഡിറ്റ് ചെയ്യാനും വീഡിയോസ് എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. സോ മിസ്റ്റേക്സ് ഉണ്ടാവും. പ്ലീസ് എന്നോട് ക്ഷമിക്കുക എല്ലാവരും. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കമൻറ്റ്, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തെന്നെ അറിയിക്കുക. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ ഫ്രണ്ടിലുണ്ടായിരുന്ന കടൽ അത് കുറേ നേരം നോക്കി നിന്നു. കാം ആൻഡ് ക്വയറ്റ് ആയിരുന്നു. അത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. കുറേ നേരം നോക്കി നിന്ന് മഴയൊക്കെ കൊണ്ടാണ് അവസാനം ഞാൻ ബസ് കയറാനായിട്ട് പോകുന്നത്. അതും മഴ കാരണം ഒരു 1 hour എടുക്കുന്ന ആ ഒരു ട്രാവൽ ഞാനൊരു 2 hours എടുത്തു എത്താനായിട്ട്. ഇനിയുള്ള വിഷ്വൽസൊക്കെ നിങ്ങൾ കണ്ടോളൂ. അങ്ങനെ ഞാൻ പൗളയിൽ എത്തിക്കഴിഞ്ഞപ്പം ഹെൽത്തിലൊന്നും എനിക്ക് പോകണമായിരുന്നു. അപ്പോൾ ആ ഉണ്ടായിരുന്ന കുറച്ച് വിഷ്വൽസാണ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. മഴയും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പം അതും കൂടെ ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്തു. രാവിലെ അപ്പാപ്പന്മാരൊക്കെ ചായയൊക്കെ കുടിച്ചിരിക്കുന്നു. രാവിലെ എല്ലാവരും കുറേ പേര് മഴയും ഒക്കെ ആയിട്ട് ജോലിക്കൊക്കെ പോകുന്നു. അപ്പം ഞാൻ ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ് ഒക്കെ കാണിച്ചു തരാമേ. മാൾട്ട പോസ്റ്റ് ഇവിടെ ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഹെൽത്ത് സെൻറ്റർ. ഇത് ജസ്റ്റ് ഞാൻ ഓപ്പോസിറ്റ് സൈഡ് നമ്മുടെ ഇന്ത്യൻ സ്റ്റോർ ഉണ്ട്, അത് കാണിക്കാനായിട്ട് നോക്കിയത്. അപ്പോൾ ഒരു വണ്ടി കിടന്നിട്ട് അത് മറിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ കണ്ടോ മാൾട്ട പോസ്റ്റ്. ഇതാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഹെൽത്ത് ഉണ്ട്. പക്ഷേ ഇതൊന്നും അല്ല കോമഡി. ഞാൻ ഈ പോയ പോലെ തന്നെ ഇപ്പോൾ തിരിച്ചിറങ്ങി വന്ന ഔട്ട്സൈഡ് വീഡിയോ നിങ്ങൾ കാണും. മറ്റൊന്നും അല്ല. ഈ വീഡിയോ നിങ്ങൾ മാൾട്ടയിലുള്ള ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഹെൽത്ത് സെൻറ്ററിൽ പോകുമ്പോൾ നിങ്ങളുടെ കാർഡ് കയ്യിൽ തന്നെ ഉണ്ടാവണം, നിങ്ങളുടെ റെസിഡൻറ്റ് കാർഡ്. ഞാൻ ഫോണിലെ പിക്ചറുമായിട്ട് ഞാൻ വരുന്ന വഴിക്ക് കയറാൻ പണി എളുപ്പമാക്കാനായിട്ട് പോയതായിരുന്നു. പക്ഷെ അത് നടന്നില്ല. അവരെന്നോട് പറഞ്ഞു കാർഡ് വേണം, ഫോട്ടോ പാടില്ല. ഫോട്ടോ കാണിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ ഡോക്ടറെ കാണാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ആ പോയ പോലെ തന്നെ അമ്മച്ചിയൊക്കെ കണ്ട് ചിരിച്ചൊക്കെ നിൽക്കുന്ന മോർണിംഗ് ഒക്കെ പറഞ്ഞ് ഒരു മോർണിംഗ് വൈബ്. അങ്ങനെ ജസ്റ്റ് ചെന്ന് അവരങ്ങനെ പറഞ്ഞതും ഞാൻ അതുപോലെ താഴെ ഇറങ്ങിപ്പോയിരുന്നു. അത് നടന്നില്ല. വീണ്ടും പുറത്തിറങ്ങി വന്നിട്ടുള്ള കുറച്ച് കാഴ്ചകളൂടെ നമുക്ക് കാണാം. ഇത് പൗള ഏരിയയാണ്. ലൈക്ക് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നി എനിക്കത് കണ്ടപ്പോൾ. ആ മഴയും ആ ഒരു ആകാശമൊക്കെ നല്ല ഭംഗി തോന്നി. ഇനി ഇവിടുത്തെ ഒരു നല്ല വലിയ പള്ളിയാണ്. ഞാനിത് കേട്ടത് വെച്ചിട്ട് തടിപ്പം വരുവേ. ഇവിടുത്തെ ഏതോ ഫസ്റ്റ് പള്ളിയാണ് മാൾട്ടയിലെന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. എങ്കിലും ഇതൊരു നല്ല വലിയ പള്ളിയാണ് കേട്ടോ, പൗളപ്പള്ളി. അങ്ങനെ കുറച്ചിങ്ങനെ നടക്കാനുണ്ട്. ഇനിയിപ്പോൾ അപ്പുറത്തെ സൈഡിൽ പോയിട്ട് വേണം എനിക്ക് ബസ് കയറാൻ. അപ്പോൾ ഉള്ള കുറേ കാഴ്ചകളൂടെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ പോകുമ്പോഴാണ് നമ്മുടെ ലിറ്റിൽ ഇന്ത്യയുടെ സലോൺ അവിടെ ഓപ്പൺ ആയിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ. അത് ജസ്റ്റ് ഞാൻ വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതെ ഉണ്ട്. അപ്പോൾ അവർ റീസെൻ്റ്ലി എന്തോ ഓപ്പൺ ചെയ്തതാണ് ലിറ്റിൽ ഇന്ത്യ സലൂൺ. അത് നമ്മുടെ ഇന്ത്യൻ സ്റ്റോറുണ്ട്. ഞാൻ നേരത്തെ കാണിക്കാൻ പോയപ്പോൾ അത് ഒരു വണ്ടി കടന്ന് മറിഞ്ഞിരുന്നില്ലേ, അത്. പിന്നെ ഇങ്ങനെ കുറേ വീഡിയോസ് ഇങ്ങനെ എടുത്തെടുത്ത് നമ്മൾ പോകുന്നുണ്ട്. നിങ്ങൾ വീഡിയോ കണ്ടോളൂ കേട്ടോ.
അങ്ങനെ വീഡിയോ എടുത്ത് ഞാൻ പോകുമ്പോഴാണ് വേറൊരു വേറൊരു കട ഞാൻ നോട്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പം ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇവിടെ നമ്മൾ മാൾട്ടയിൽ വന്നതിന് ശേഷമായിട്ട് ഞാൻ കാണുന്നതും കേൾക്കുന്നതായിട്ടുള്ള ഒന്നാണ് ചാരിറ്റി. മുൻപിലേക്ക് നടന്നു പോയിട്ട് വീണ്ടും ഞാൻ വന്ന് കയറുകയാണ്. അപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് കരുതി. ഇതാണ് ചാരിറ്റി ഷോപ്പ്. ഇവിടെ വളരെ റേറ്റ് കുറവിൽ ഡ്രസ്സുകളും ടോയ്സ്, വീട്ടിലേക്ക് ആവശ്യമുള്ള ഗ്ലാസ്, മഗ്, അങ്ങനെ ഓരോരോ കാര്യങ്ങളും ഇവിടെ കിട്ടും. അത് ഈ തവണ നമ്മൾ ഒരു തവണ കയറുമ്പോൾ ഉള്ള സാധനങ്ങളായിരിക്കത്തില്ല നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഉള്ളത്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വിലക്കുറവിൽ അവിടെ നിന്ന് കിട്ടും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് യൂസ് ആയിരിക്കും അത്. ചിലത് ഫ്രഷ് പീസുകളും അവിടെ ഉണ്ടാവും. ക്ലോത്ത്സൊക്കെ ടാഗ് ഒന്നും പൊട്ടിക്കാത്തത് അവിടെ ഉണ്ടാവും ചിലപ്പോൾ. അതിവിടെ മാൾട്ടയുടെ പല സ്ഥലങ്ങളിലും ഉണ്ട്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഇത് ജയിലാണ് കേട്ടോ, മാൾട്ടയിലെ ജയിലാണ്. അങ്ങനെ ബസ് കയറാനായിട്ട് ഞാൻ പോവാം കേട്ടോ. അങ്ങനെ വന്നത് നടന്നില്ല. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എല്ലാവരും ഓർക്കുക, ഡോക്ടറെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റെസിഡൻറ്റ് കാർഡുമായിട്ട് പോയാലേ ഡോക്ടറിനെ കാണാനുള്ളത് നടക്കുകയുള്ളൂ. അങ്ങനെ എൻ്റെ ബസ് വന്നു. അങ്ങനെ ഞാൻ ബസ് കയറി പോകുന്ന ഒരു സീനാണിത്. അതിൻ്റെ നെക്സ്റ്റ് സ്റ്റോപ്പ് തന്നെയാണ് എനിക്ക് എൻ്റെ വീട്. കുറച്ചൊന്നും നടക്കാം, പക്ഷെ മഴയൊക്കെ ആയതുകൊണ്ട് ബസ്സിന് തന്നെ പോകുന്നു. ബസ് ഇറങ്ങിയിട്ട് അങ്ങോട്ട് നോക്കുമ്പോൾ ചേച്ചി അവിടെ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ചേച്ചി ഹെൽത്തിൽ വരാനായിട്ട് എനിക്ക് കൂട്ടുവരാമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു കാർഡില്ല, പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി ബസ് സ്റ്റോപ്പിൽ എനിക്ക് വേണ്ടി പിന്നെ വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ ഞാൻ ചേച്ചിയോട് പറഞ്ഞു മിണ്ടല്ലേ ഞാൻ വീഡിയോ എടുക്കുകയെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ചേച്ചി എനിക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ഞങ്ങളപ്പോൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്കിനി വീടിൻ്റെ തൊട്ടടുത്തായിട്ടൊരു SM എന്നും പറഞ്ഞുകൊണ്ടൊരു ഗ്രോസറി ഷോപ്പുണ്ട്. അവിടെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് അതിൻ്റെ കുറച്ച് വീഡിയോസിൽ ഞാൻ ആഡ് ചെയ്യാം. അവിടുത്തെ ഒരു രീതികളും എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ ഇത് നോർമലി എനിക്ക് തോന്നുന്നു എനിക്ക് ഉള്ള സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ കൂടുതലായിട്ട് മാൾട്ടയുടെ കാര്യങ്ങളൊന്നും അധികം ആരും കാണുന്നുണ്ടാവില്ല, എനിക്കറിയില്ല. അപ്പോൾ എനിവേ നമ്മുടെ ചാനലിലൂടെ നമുക്കിത് കാണിക്കാം. എന്താണ് മാൾട്ട, അല്ലെ എൻ്റെ വിശേഷങ്ങൾ എന്താ, ഇവിടെ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് കാണാം. അങ്ങനെ ഞാൻ കുറച്ച് പച്ചക്കറികളൊക്കെ കുറച്ച് മേടിച്ചു. പിന്നെ ഇതൊക്കെ ഞാൻ ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇതൊന്നും നമ്മൾ മേടിക്കുകയല്ല. കുറച്ച് കാര്യങ്ങൾ ഇവിടുത്തെ നമ്മുടെ നാട്ടിലത്തതിൽ നിന്നും കുറേ ഡിഫറൻസ് അതും ഇതൊക്കെ ആയിട്ടുണ്ടല്ലോ. അപ്പം ഓരോന്ന് നിങ്ങൾക്ക് കാണാമല്ലോ. അങ്ങനെ ഞാൻ ജസ്റ്റ് പച്ചക്കറി മാത്രം മേടിക്കാനാണ് കയറിയത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് നമ്മുടെ തേങ്ങ മേടിക്കണമായിരുന്നു, നമ്മുടെ തേങ്ങ പൊടി. അതൊക്കെ മേടിച്ച് ബില്ല് ചെയ്ത് ഞാൻ തിരിച്ചു പോകുന്ന കുറച്ച് വിഷ്വൽസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് കണ്ടോളൂ. ചേച്ചി എന്നോട് പറയുകയാണ് എല്ലാം കൂടെ വാരി കൂട്ടേണ്ട, ആവശ്യമുള്ളത് മാത്രം മേടിച്ചാൽ മതിയെന്ന് എന്നോട് പറയാം. സാധാരണ കടയിൽ കയറുമ്പോൾ അതും ഇതും എല്ലാം മേടിക്കും. അപ്പോൾ അതിന് തന്നെ അവിടെ നിന്ന് പറയാം. അങ്ങനെ മേടിച്ച സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവച്ചു. ഞങ്ങളുടെ വീടെത്തി. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.